ഫുൾ ഓൺ ക്ലീനിങ് ആട്ടോ. കാരണം മുകളിൽ ഞാൻ എന്നും തൂക്കാറില്ല. താഴത്തെ തൂപ്പും തുടയും എല്ലാം കഴിയുമ്പോഴത്തേനും മുകളിലും കൂടി കയറി ചെയ്യാനുള്ള ത്രാണി എന്നിൽ കാണത്തില്ല. അതാണ് മെയിൻ റീസൺ കേട്ടോ. പിന്നെ ആഴ്ച 2 വട്ടമൊക്കെ തൂക്കും തുടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ ഇന്ന് ക്ലീൻ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഞങ്ങൾ തൊട്ടപ്പുറത്ത് മഹാദേവ ക്ഷേത്രം കേട്ടോ. അവിടെ കൊടി കയറാം. അപ്പോൾ കൊടി കയറുന്ന മുമ്പ് നമ്മുടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണ്ടായോ. അപ്പോൾ താഴെ എന്നും തൂക്കുകയും തുടക്കുകയും ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വലിയ അഴുക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇന്ന് തൂത്ത് തുടച്ചങ്ങ് ഇട്ടതേ ഉള്ളൂ കേട്ടോ. മുകളിൽ പക്ഷേ അത്യാവശ്യം കുറച്ച് ചലന്തി വിലയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരാഴ്ചയോളം ആയി തൂത്തും തുടക്കുകയും ചെയ്തിട്ട്. അതിന് പിന്നെ പെട്ടെന്ന് ഞാൻ ഇതെൻ്റെ റൂമായിരുന്നു കേട്ടോ. അത് പിന്നെ പെട്ടെന്ന് ചലന്തി വില കുറച്ചേ ഉള്ളത്. അത് പിന്നെ ചൂലുകൊണ്ട് തന്നെ ഞാൻ അടിച്ച് കളഞ്ഞിട്ട് തൂത്തങ്ങ് പെട്ടെന്ന് അങ്ങ് വൃത്തിയാക്കി കേട്ടോ. എൻ്റെ ഇടയ്ക്ക് കാശുമ്പം കിടന്ന് അലമ്പുന്നുണ്ട്. അവനെ പള്ളു പറഞ്ഞിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ പെട്ടെന്ന് തൂപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് തുടച്ചങ്ങ് മാറി കേട്ടോ. കാരണം സന്ധ്യയ്ക്ക് മുമ്പ് ഇതെല്ലാം ഒതുക്കണം. കാരണം വിളക്കും കത്തിക്കണം. അതുമല്ല സന്ധ്യ കഴിഞ്ഞ് മമ്മി ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഇത് കാശുമ്പോൻ്റെ മെത്ത കേട്ടോ. ഞങ്ങൾക്ക് കളിക്കാൻ അത്യാവശ്യം താഴെയൊക്കെ ഒന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ വിരിച്ച് കിടക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് മെത്ത കേട്ടോ. അങ്ങനെ ഇതെല്ലാം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞത് പെട്ടെന്നൊരു കുളിയൊക്കെ പാസ്സാക്കി കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറിയായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ ഒരു പോസിറ്റീവ് വൈബ് അല്ല. എൻ്റെ ബാൽക്കണി ഇത്തിരി അടുക്കായി കിടക്കുന്നു. അതും അങ്ങ് ക്ലീൻ ആയി കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.